ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് ചെറിയൊരു പാർക്കിലേക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ വലിയ വശമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ എടുത്ത വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിരി ഞാൻ നോക്കി വരട്ടെ. പിന്നെ ആൾക്കാരെ മുന്നേ വെച്ചൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയാണ്, ഒരു ചമ്മലുണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ എടുത്ത വീഡിയോസാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കാണണേ. പിന്നെ കൊച്ചുമോൻ്റെ കാര്യം എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചുമോന് അവൻ്റെ അമ്മ വീട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ കൂട്ടുകാരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൾ ഒറ്റ മോളാണ്. അപ്പോൾ അവിടെയുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ തിരക്കിയതിനകത്ത് ഒത്തിരി സന്തോഷം. പിന്നെ വേറെ എന്താണ്, ഇതൊക്കെ തന്നെ നമുക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. അരി അടുപ്പത്തിട്ടു, ഇനി അത്താഴം ഒക്കെ വെക്കണം, ചോറും കറിയും വെക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ ബാക്കിയൊക്കെ ഇനി നോക്കട്ടെ. ഇവിടെ ഭയങ്കര മഴയാണ് കൂട്ടുകാരെ, ഭയങ്കര മഴയാണ്. എവിടെ പോയായിരുന്നാടാ എൻ്റെ പൂച്ചക്കുട്ടെ? ഞാനിപ്പോൾ വന്നേക്കുന്നു, എങ്ങാണ്ട് വായി നോക്കാൻ പോയിട്ട്. അപ്പം നമ്മളിന്ന് പാർക്കിൽ പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കൂട്ടുകാർ കാണണേ. പാർക്കിൽ ആ പാർക്കിൻ്റെ പേര് നന്ദനം മിനി പാർക്ക്, തട്ടയിൽ, പത്തനംതിട്ട ജില്ലയിലാണ് തട്ടയിൽ. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇന്ന് അവിടെ എന്തോ ചെറിയൊരു പാർക്കിന് എന്തോ ഒരു ഗുഹ പോലൊക്കെ പണിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. അതിൻ്റെ ഓപ്പൺ ആക്കിയായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു എൻ്റെ ഉദ്ഘാടനം. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇടുന്ന പിള്ളേരെ യൂട്യൂബേഴ്സ് അങ്ങനെയാണ് അവർ പറയുന്നത്, അവരുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു സിനിമാ നടനുണ്ടായിരുന്നു, ചെറിയ രീതിയിലൊക്കെ അഭിനയിക്കുന്ന സിനിമാ നടനുണ്ടായിരുന്നു. പിന്നെ മന്ത്രി ഉണ്ടായിരുന്നു, അത് കൃഷിയുടെയൊക്കെ ആയിട്ടുള്ള ആ മന്ത്രി ഉണ്ടായിരുന്നു. പിന്നെ പടം വരയ്ക്കുന്ന, അങ്ങനെ കുറേ ആൾക്കാരിന്ന്. അപ്പോൾ കൂട്ടുകാർക്ക്, അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ് എന്നോട് വിളിച്ച് പറഞ്ഞടി ഇന്ന പോലെ കാര്യം, ബാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് മടിയായിരുന്നു പോകാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ പോയിട്ട് വന്നിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ കാണിക്കാമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഈ അടൂര് പത്തനംതിട്ടയ്ക്കൊക്കെ ഇടഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് അവിടെ കാണിക്കണം, നല്ലതാണ്, നല്ലത് കൊച്ചു പാർക്കാണ്. അപ്പോൾ അവിടെ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി, നന്ദനം മിനി പാർക്ക് തട്ടയിൽ. അപ്പോൾ യൂട്യൂബിൽ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ വന്ന് കാണണം കേട്ടോ. ഇവിടെ അടുത്തൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ വന്ന് കാണണം, ഒരുവിധം അറിയാവുന്ന കൂട്ടുകാരൊക്കെ. ചിലർക്കൊന്നും അറിയത്തില്ലല്ലോ അവിടെ അങ്ങനെ ഒരു പാർക്കുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ വന്ന് കാണണം കേട്ടോ. പിന്നെ ദൂരേക്കുള്ള കൂട്ടുകാർ വന്നാലും കുഴപ്പമൊന്നുമില്ല, അവിടെ വരെ വരുമ്പം നമ്മുടെ വീട്ടിലോട്ട് വരാമല്ലോ, അങ്ങനെയും കൂടെ നോക്കണം കേട്ടോ. ഇപ്പം എനിക്ക് ജോലി കിടക്കുന്ന കൂട്ടുകാരെ, ചോറും കറിയൊക്കെ വെക്കണം, അങ്ങനെ കുറേ പണിയുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഗുഹ. പിന്നെ ഇതൊക്കെ അവിടെ നേരത്തെ ഉള്ളതാണ്, ഇനിയും കാണുന്നതൊക്കെ. ത്തിട്ടേലുണ്ടെന്ന് വലിയമോൻ എന്നോട് പറഞ്ഞേ. അതുകൊണ്ട് പിന്നെ ഞാൻ നീ പോയി എല്ലാം കണ്ടിട്ട് മൃഗങ്ങളെല്ലാം ഞാൻ ആ
ഇത് നമ്മുടെ നാടൻ പശുവും കുഞ്ഞുമാണ് കൂട്ടുകാരെ. പിന്നെ ഇന്ന് ഉദ്ഘാടനമായിട്ട് അവിടെ ചെല്ലുന്നവർക്കൊന്നും പാസ്സില്ല കേട്ടോ, ഫ്രീ ആയിട്ട് കയറി കാണാം. അപ്പോൾ കണ്ട കൂട്ടുകാരെ, ചുമന്ന റിബണൊക്കെ വെച്ച് കെട്ടിയേക്കുന്നത് മുമ്പേ ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ല ഒരു ഗുഹ, ആ ഗുഹയാണ് അത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് മുമ്പേ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തൂടെ കയറി വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതാണ് ഇന്ന് ഉദ്ഘാടനം നടത്തിയത്. നല്ല രസം. അവിടെ അടുത്ത് പോയി നിന്ന് കാണുമ്പോഴാണ് നല്ല ഭംഗി കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ കൂടെ കാണുമ്പോൾ അത്രയില്ല, പക്ഷെ അത് തന്നെയല്ല എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും അറിയില്ല, അല്ലെങ്കിൽ ഇച്ചിരൂടെ ഭംഗിയായേനെയായിരുന്നു. അപ്പോൾ ഈ ഓറഞ്ച് ഉടുപ്പിട്ടവർ രണ്ടുപേരുമാണ് യൂട്യൂബേഴ്സ്. അപ്പോൾ അറിയാം. അപ്പോൾ ഇത് ഇവിടുത്തെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ ഇപ്പോഴത്തെ മോഡലായിട്ടൊക്കെ പണിഞ്ഞേക്കുന്നത് ആ ഫ്രണ്ടിലുണ്ട്. അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അവിടെ കുറേ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മ്യൂസിയം ഉണ്ടല്ലോ, അങ്ങനെയുള്ളതാണ്. നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കൂട്ടുകാരെ. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് കാണണം കൂട്ടുകാർ കേട്ടോ, പഴയ കാലത്തുള്ള ഓരോരോ സാധനങ്ങളെ. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്, അവർക്കറിയില്ലല്ലോ. അങ്ങനെ നിറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ വീടൊക്കെ പണ്ടത്തെ കാലത്ത് നല്ലൊരു തറവാടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ തട്ടേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ദൂരെ നിന്ന് ആ വീട് കണ്ടിട്ടുണ്ട്. അത്രയോളം അങ്ങോട്ടൊന്നും ഇറങ്ങി പോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ആർക്കാണക്കേം പോലും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ മാത്രമാണ് ഞങ്ങൾ ഒട്ടകത്തിനെ കണ്ടിട്ടുള്ളത്, കുതിരയെ കണ്ടിട്ടുള്ളതൊക്കെ. വേറെ എങ്ങും ഞങ്ങൾ അടുത്തങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടോട്ട് അങ്ങനെ ഇറങ്ങി പോയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. എന്തൊക്കെ സാധനങ്ങളാണെന്നറിയാവോ കാണാനെ കൊണ്ടുള്ളത്. ഇപ്പം പിന്നെ വീടിന് ഫ്രണ്ട് വശത്തോട്ട് വേറെ റൂമൊക്കെ ഇറക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാലും ആ പഴയ തനിമ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് നടുമുറ്റമൊക്കെ ഉള്ള വീടാണേ. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തൂടെ കയറി അങ്ങനെ ചെല്ലുമ്പോഴേ അത് കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ കൂട്ടുകാരെ, ഇതൊക്കെ വന്ന് നേരിലൊന്ന് കാണണം. പഴയ കാലത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിരിക്കുന്ന കണ്ടാ കൊതി വരും കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണെന്നറിയാം, ഇതെങ്ങനെ സൂക്ഷിച്ച് വെച്ചെന്നാലും. പിന്നെ ഇതേ കണ്ടോ, ഈ കലപ്പയും അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് പണ്ടൊക്കെ ഉള്ള. കൂട്ടുകാർക്കൊക്കെ അറിയാവോ ഇതൊക്കെ? ഇത് വന്നൊന്ന് കാണണം കൂട്ടുകാരെ. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. കലപ്പയുണ്ട്, ഉരലുണ്ട്, ആട്ടുകല്ലുണ്ട്. എനിക്ക് കൂടെ അറിയാത്ത സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ, കാരണം നമ്മളതൊന്നും കണ്ടിട്ടില്ലല്ലോ പോയി. അങ്ങനെ നല്ല രസമായിരുന്നു കാണാൻ. എനിക്കിങ്ങനെ പഴയ തറവാടുകളും പഴയ വീടും അങ്ങനെയൊക്കെ ഉള്ള രീതി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിവിടെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. നടുമുറ്റമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല രസമാണ്. നമ്മൾ വന്ന് കാണണം കൂട്ടുകാർ, എന്നാലേ അതിൻ്റെ ആ ഇഷ്ടം മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഈ മുറിയിലാണെങ്കിൽ കുറേ കുഞ്ഞു നല്ല ഭംഗിയുള്ള കുപ്പികൾ, TV, വേറെ എന്തൊക്കെയോ സാധനം. പക്ഷെ വെട്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അങ്ങോട്ട് കയറാൻ. പിന്നെ മുറ്റം കണ്ടോ, നടുമുറ്റം കണ്ടോ. ഇതിൻ്റെ അങ്ങേ ഭാഗമാണ് ഫ്രണ്ട് ഭാഗം വന്നത്. അപ്പോൾ പഴയ കാലത്തെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ആ ഗ്രില്ലിട്ടിടാൻ കാണിച്ചേ. പിന്നെ ഇപ്പോൾ ഉള്ളതൊക്കെ നല്ല ഭംഗിയായിട്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടൊക്കെ. കൂട്ടുകാർ വന്ന് കാണണം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ പോകാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നന്ദനം മിനി പാർക്ക് തട്ടയിൽ എന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊന്നും അറിയാത്തതുകൊണ്ട് കാണുമ്പോൾ അത്ര ഭംഗി അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് യൂട്യൂബിലൊന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടുമ്പോൾ നല്ല രീതിയായിട്ട് തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ച് പോകാൻ പറ്റാത്ത കൂട്ടർ കുഞ്ഞുങ്ങളെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, പഴയ കാലത്തുള്ള സാധനങ്ങളൊക്കെ. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് കഴിക്കാനായിട്ട് പായസം തന്നായിരുന്നു. ഞാനത് കഴിച്ചില്ല, നേരെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി എൻ്റെ കൂട്ടുകാർക്ക് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കുള്ള പായസമൊക്കെ ഇന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ കുഞ്ഞ് പാർക്കൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം. ബൈ കൂട്ടുകാരേ.